നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പണ്ടേ എനിക്ക് താല്പര്യമില്ല. എങ്ങനെ നമുക്ക് ഇവിടുന്ന് പോണം? കല്യാണത്തിന് നമ്മൾ ഉണ്ടാവണമെന്നല്ലേ ഏട്ടൻ പറഞ്ഞത്. ആ വാക്ക് ധിക്കരിച്ച് നമ്മൾ എങ്ങനെ പോവും? കല്യാണത്തിന് ഞാൻ ചെല്ലണ്ടെന്നാ ഗൗതം സാർ പോലും പറഞ്ഞത്. പിന്നെ എന്തിനാ നമ്മൾ ആ പേരും പറഞ്ഞ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നീ വരാത്ത കല്യാണത്തിന് ഞാനും പോകുന്നില്ല. ഇവിടെ നിന്ന അമ്മാവൻ അമ്മയെ നിർബന്ധിച്ച് കല്യാണത്തിന് കൂട്ടിയിട്ട് പോവും. അത് ഒഴിവാക്കണമെങ്കിൽ ഇവിടുന്ന് പോണം. അപ്പൊ നിന്റെ സർട്ടിഫിക്കറ്റുകളോ? സർട്ടിഫിക്കറ്റ് അമ്മായിയുടെ കയ്യിൽ നിന്ന് ഞാൻ തിരികെ വാങ്ങും. നടന്നത് തന്നെ. ശിവാനിയുടെ കല്യാണം കഴിഞ്ഞേ അത് തരുന്ന കാര്യം ഞാൻ ആലോചിച്ചു തുടങ്ങുന്നു പറഞ്ഞതല്ലേ. ആ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. സർട്ടിഫിക്കറ്റ് കത്തിച്ചാലും കുഴപ്പമില്ലെന്നും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കൂന്നൊക്കെ ഇവിടെ ആരോ പറഞ്ഞിരുന്നില്ലേ? എന്തുപറ്റി? യൂണിവേഴ്സിറ്റി ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നില്ലേ? നിങ്ങൾ എന്തിനെങ്കിലും വാശി പിടിക്കുന്നേ? നിധി വിവാഹത്തിൽ പങ്കെടുക്കരുത് എന്നല്ലേ വസുന്ധര പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പോയാൽ എന്താ കുഴപ്പം? അയ്യോ, കല്യാണത്തിന് മണ്ഡപത്തിൽ വന്ന് വധൂവരന്മാരുടെ ദേഹത്ത് പൂ വാരി എറിഞ്ഞ് സദ്യ ഉണ്ടിട്ട് പോകാനല്ല നിങ്ങളോട് നിൽക്കാൻ പറഞ്ഞത്. ഇവിടെ 100 കൂട്ടം ജോലികൾ ഉണ്ടാവും. അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാ. അടിമപ്പടി ചെയ്യാൻ 2 തൊഴിലാളികൾ, അത്രേ ഞങ്ങളെ നിങ്ങളെ കരുതിയിട്ടുള്ളൂ. അതെ, ആ പണി ഞങ്ങൾ നിർത്തി. മര്യാദയ്ക്ക് എന്റെ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു തന്നോണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഓഹോ, എങ്കിലൊന്ന് കാണണല്ലോ നിന്റെ സ്വഭാവം എങ്ങനെയാ മാറാന്ന്. ഞങ്ങൾക്കൊന്ന് കാണണം. 10 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് സമയം തരും. അതിനുള്ളിൽ എന്റെ സർട്ടിഫിക്കറ്റ്സ് എന്റെ കയ്യിൽ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ 11ാമത്തെ മിനിറ്റിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഇപ്പോ 11:20. കൃത്യം 11:30 കഴിയുമ്പോൾ ഞാൻ വിളിക്കും. കല്യാണമൊക്കെ അടുത്ത് വരിക. സ്ട്രോങ് ആയ വകുപ്പുകൾ ചേർത്താൽ താലികെട്ട് ലോക്കപ്പിൽ വെച്ച് നടത്തേണ്ടി വരും. രേണു, ഇത്രയും നാള് നിധി നിന്നോട് ക്ഷമിച്ചത് തന്നെ അവളുടെ വലിയ മനസ്സുകൊണ്ടാ. അവള് കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ സർട്ടിഫിക്കറ്റുകൾ കൈവശം വയ്ക്കാൻ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. അതങ്ങെടുത്ത് കൊടുക്ക്. ഓ, നിങ്ങളായിരിക്കും പോലീസിനെ വിളിക്കൂന്ന് ഭീഷണിപ്പെടുത്താൻ ഇവക്ക് പറഞ്ഞു കൊടുത്തതല്ലേ? ഏട്ടത്തി എന്തിനാ അതിനും ഏട്ടനെ കുറ്റപ്പെടുത്തുന്നത്? ആളെ മുട്ടിയ ചേരയും കടിക്കും. അത്രയ്ക്ക് സഹികെട്ടതുകൊണ്ടാ ഇവള് പോലീസിനെ വിളിക്കുന്നു പറഞ്ഞത്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവിടുത്തെ ജോലികൾ ചെയ്യാൻ നിങ്ങൾ ഇവിടെ ഉണ്ടായേ പറ്റൂ. ഈ പറഞ്ഞത് സ്നേഹത്തോടെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ചങ്കു പറിച്ചു നിന്ന് കൂടെ നിന്നേനെ. അതല്ലല്ലോ, അടിമകൾ എന്ന വാക്ക് ഇവളുടെ നാവിന്ന് തന്നെ വന്നു. ആ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഒന്നിന് സഹകരിക്കുന്നില്ല. 11:30 മുൻപ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പോലീസ് ഇവിടെ എത്തിയിരിക്കും, തീർച്ച. നീ എന്തൊക്കെ പറഞ്ഞാലും സർട്ടിഫിക്കറ്റുകൾ തരില്ല. പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെ വേണമെങ്കിലും നീ വിളിച്ചോ. എന്റെ സർട്ടിഫിക്കറ്റ്സ് എനിക്ക് വേണം. കൂടുതൽ ഒച്ച വെച്ച് ഷോ കാണിച്ചാലേ നിന്റെ മുന്നിൽ വെച്ചാലേ ഞാൻ എല്ലാം കത്തിച്ചു കളയും. അഹങ്കാരി, എന്ത് ധൈര്യത്തിലായി ഈ വീട്ടിൽ ഒരാളുടെ നേരെ നീ കൈ ഓങ്ങിയത്?
എടി, നീ എന്റെ മോളെ തല്ലിയല്ലേ? ഇത് ഇവൾക്കല്ല, നിങ്ങൾക്ക് കിട്ടേണ്ട അടിയാ. നിങ്ങളുടെ പ്രായത്തെ ഓർത്ത് മാത്രമാ ഞാൻ അടി വഴി തിരിച്ചു വിട്ട് ഇവളുടെ കരണത്ത് കൊടുത്തത്. എടി, ഹലോ എവരിബഡി. ഇത്രയും വലിപ്പമുള്ള വിളക്ക് വേണം കതിർമണ്ഡപത്തിൽ വെക്കാനെന്ന് പറയുമായിരുന്നു. ഇന്നലെ കാഴ്ചക്കൊരു ഗുമ്മുണ്ടാവൂ. നമുക്ക് അങ്ങോട്ടിരിക്കാം. ഞങ്ങൾ വന്നപ്പോ ആന്റി കൈ ഉയർത്തി നിൽക്കുന്ന കണ്ടല്ലോ. എന്തേലും വഴക്ക് നടക്കായിരുന്നോ? ഏയ്, ഇല്ലില്ല. ഞങ്ങൾ തമ്മില് മണ്ഡപം ഒരുക്കുന്ന കാര്യം പറയുമായിരുന്നു അല്ലേ നിധി? ആന്റിയുടെ ശബ്ദം വല്ലാതെ ഉയർന്നു കേട്ടു. അത് പിന്നെ ഞങ്ങള് കല്യാണത്തിന്റെ കാര്യത്തിലെങ്കിലും ഓരോ അഭിപ്രായങ്ങൾ പറയുമായിരുന്നു അല്ലേ? മിഡിൽ ക്ലാസ്സുകാരല്ലേ മോനെ, ചിലപ്പോ ശബ്ദം ഇത്തിരി ഉയർന്നു പോവും. ഇതൊക്കെ സ്നേഹത്തിന്റെ പുറത്തുള്ള തർക്കങ്ങളാ. ആ അല്ലേലും അമ്മായി സ്നേഹത്തിന്റെ ഒരു നിറകുടവാ. ശിവാനി ഒരു പൊന്നും കുടവും. ആ പൊന്നും കുടത്തെ ഞാനൊന്ന് സ്നേഹപൂർവ്വം തഴുകിയപ്പോഴാ നിങ്ങൾ വന്നത്. അവള് തഴുകിയതിന്റെ വേദന മാറിയിട്ടില്ല. അമ്മായി എനിക്ക് തരുന്ന സ്നേഹം ഞാൻ ഇരട്ടിയായി ശിവാനിക്കല്ലേ തിരിച്ചു കൊടുക്കേണ്ടത്? അതെ മോളെ, ഇനി ആ സ്നേഹത്തിന്റെ ഒരു പങ്ക് ഗൗതമനും കൊടുക്കണം. ഇതുപോലൊരു സ്നേഹം കവിളത്ത് കിട്ടിയാ ഗൗതമന്റെ കണ്ണില് പൊന്നീച്ച പാറും. മോളെ നിധി, ഇവർക്ക് കുടിക്കാൻ ചായ എടുക്ക്. അല്ല, നീ എടുക്കുന്ന ചായ ആയിരിക്കും ഇവർക്ക് ഇഷ്ടപ്പെടുക. അതിന്റെ രുചി വേറെ ഒന്നിനും കിട്ടില്ല. ചെല്ല്, നമുക്ക് ഹാളിലേക്ക് ഇരിക്കാം. ഇരുന്നാട്ടെ. പാവം, അവളെ ഈ കല്യാണം നടത്താൻ ഏറ്റവും ഉത്സാഹിക്കുന്നത്. മിഡിൽ ക്ലാസ്സുകാരായതുകൊണ്ട് എല്ലാത്തിനും ഞങ്ങൾ തന്നെ ഓടണം. ദാ ഇത് കണ്ടോ, ഇത് നിങ്ങൾക്കുള്ള കല്യാണക്കുറികളാ. അങ്കിൾ ഇത് വാങ്ങൂ. ശിവാനി, ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ട്. ഞങ്ങളറിയാതെ നിങ്ങളിങ്ങനെ പലതും പങ്കുവെച്ച് തുടങ്ങി അല്ലേ? ഒന്ന് പോമ്മേ, എനിക്ക് നാണം വരുന്നു. ഞാൻ നിധിയുടെ കാര്യം പറഞ്ഞതിന് താനെന്തിനാ നാണിക്കുന്നത്? നിധിയുടെ എന്ത് കാര്യം? നിധി എന്തോ ഒരു കാര്യം എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചിട്ട് അയാൾ എന്നോട് പറയുന്നില്ല. അതെന്തായാലും കല്യാണത്തിന് മുന്നേ തന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും.